78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യത്തിൻ്റെ പകുതി മുതൽ 8-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. അതായത് 78-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൻ്റെ പകുതി മുതൽ നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിക്കാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള ഒരു തലമുറയായി ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ടത് തന്നെ. നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഒക്കെ അറിയാം. ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് ആസാഫ്. ഇസ്രായേലിലെ ഒരു മധുര ഗായകരിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ പിന്നിലുള്ള കാലങ്ങളെ ഒന്ന് ഓർക്കുകയും അവയൊന്ന് ധ്യാനിക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അങ്ങനെ ആസാഫ് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പാടുമ്പോൾ തൻ്റെ തലമുറയുടെ അല്ലെങ്കിൽ തൻ്റെ ഗ്രഹത്തിന്റെ, തൻ്റെ ജനതയുടെ പിന്നിലുള്ള കാലത്തെ എന്ത് ചെയ്യുന്നു? അവന് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിനുശേഷം താൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമുള്ളതാണ്. ഇന്ന് വാക്കാൽ നമ്മൾ വായിച്ചത്. അവിടെ പറയുന്നത് വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം എന്ത് ചെയ്യണം? ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ആസാഫ് അവൻ ചിന്തിക്കുന്നത് ഇപ്പോഴുള്ള തലമുറയെക്കാട്ടിൽ വരുവാനുള്ള തലമുറകളുടെ മുമ്പിൽ എന്തായിരിക്കണം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കേണ്ടുന്നത് എന്താണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ള വ്യക്തിയായിരുന്നാല് ആസാഫ്. കാരണം നമുക്കറിയാം, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദത്ത സന്തതികളാണ്. എന്നാൽ അവര് പലപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവസന്നിധി വിട്ട് അകന്നു പോകും. അനേക അത്ഭുതങ്ങൾ അവർ കണ്ടു. നമ്മൾ അതിന്റെ താഴേക്കും മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി ഈ സങ്കീർത്തന ഭാഗത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആസാഫ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? ശാഠ്യവും പെരുവെറുപ്പും ദൈവകോപവും ഒക്കെ വരുത്തി വെച്ച ഒരു ജനതയാണ് തങ്ങളുടെ പിതാക്കന്മാർ. അപ്പൊ അതുകൊണ്ടാണ് ആസാഫ് പറയുന്നത്, ഇനിയെങ്കിലും വരുവാനുള്ള തലമുറയോട് നാം പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവം ചെയ്ത നന്മകളാണ്, ദൈവം നടത്തിയ വിധങ്ങളാണ്. നാം എവിടെയായിരുന്നു? നാം എങ്ങനെയായിരുന്നു? ഒരിക്കൽ നമ്മൾ അടിമത്തത്തിലായിരുന്നു, അല്ലേ? നമ്മൾ അടിമകളായിട്ട് പോയവരല്ല, മറിച്ച് നമ്മൾ ആ ദേശത്ത് പോയി നല്ല നിലയിൽ പാർത്തവരാണ്. എന്നാൽ പിന്നീട് യോസഫിനെ അറിയാത്ത രാജാക്കന്മാർ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെടുവാനായിട്ട് തുടങ്ങി, അല്ലേ? അവിടെയാണ് അവരുടെ നിലവിളിയും അവരുടെ കണ്ണുനീരും ഒക്കെ ദൈവം എന്ത് ചെയ്യുന്നത്? കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയാണ് ആ ജനത്തെ ദൈവം അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന്
ദൈവം അരുളി ചെയ്ത വാഗ്ദത്തത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ചരിത്രവും ഈ കാര്യങ്ങളും എല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ കവിവാചകത്തിൽ അത് പറഞ്ഞു പോകുന്നത്. ലഭ്യ അനേക അത്ഭുതങ്ങളിലൂടെ ദൈവം എന്ത് ചെയ്തത്? അവരെ വഴി നടത്തിയത്. അനേക അതിശയങ്ങളുടെ ദൈവം അവരെ എന്ത് ചെയ്തത്? പുറപ്പെടുവിച്ചത്. അവൻ ഇറങ്ങുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരൊറ്റ മനസ്സ് എന്താണ്? ദൈവത്തെ ആരാധിക്കണം, വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഇറങ്ങി. അല്ലാതെ അവൻ വെറുതെ ഇറങ്ങിയവരല്ല. അവൻ വ്യക്തമായ നിയോഗത്താൽ, വ്യക്തമായ ആലോചനയാൽ, വ്യക്തമായ നേതൃത്വത്താൽ, ദൈവികമായ അരുളപ്പാട് പ്രാപിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവൻ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരുന്നു ആര്? ഇസ്രായേൽ. എന്നാൽ പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തെ ഇത്രയധികം കോപിപ്പിച്ച മറ്റൊരു ജനത ഉണ്ടോ എന്ന് സംശയമാണ്. ആ നിലകളിലായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലേടിയ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അല്ലേടിയ ദൈവത്തെ നേരിട്ടറിയുകയും ദൈവത്തിൽ നിന്ന് അസംഖ്യമായ നന്മകൾ കാണുകയും. ദൈവത്തെ നേരിട്ടറിഞ്ഞ് ദൈവത്തിൽ നിന്ന് അസംഖ്യമായ നന്മകൾ നേടിയിട്ടുണ്ട്, ഇവര് നേടിയെടുത്തിട്ടുണ്ട്. അല്ലേടിയ ദൈവിക കൽപ്പനകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, ദൈവിക നിയോഗങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇവരെന്ത് ചെയ്തില്ല? ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇവരുടെ മനസ്സ് ഏകാഗ്രമല്ലായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇവരുടെ മനസ്സ് ഒരിക്കലും എന്തായിരുന്നില്ല? ഏകാഗ്രമായി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ദൈവസന്നിധി വിട്ട് പലപ്പോഴും അകന്നു പോകുന്ന അനുഭവങ്ങൾ അവർക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അവൻ ആസാഫ് ഇവിടെ പറയുന്നത്, അല്ലേടിയ നമ്മുടെ പിതാക്കന്മാർ അവൻ ഇത്രയേറെ നന്മകൾ കണ്ടിട്ടും ഇത്രയേറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടും അല്ലേടിയ ദൈവസന്നിധിയോട് എന്ത് ചെയ്തില്ല? ചേർന്ന് നിന്നില്ല. ദൈവസന്നിധിയോട് വിശ്വസ്തയോടെ നിൽക്കാതെ പലപ്പോഴും ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വരുവാനുള്ള തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് നമ്മളെ എന്ത് ചെയ്തത്? ആ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്നത്, എങ്ങനെയാണ് അവിടെ നിന്നും ജയകരമായ അല്ലെങ്കിൽ ആ മരുഭൂപ്രയാണം കഴിഞ്ഞ് വാഗ്ദത്തത്തിലേക്ക് എങ്ങനെയാണ് ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് നമ്മുടെ തലമുറയോടും വരുവാനുള്ള തലമുറയോടും നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. കാരണം അവരെന്ത് ചെയ്യരുത്? പിതാക്കന്മാരെ പോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ഭക്തനായ ആസാഫ് എന്ത് ചെയ്യുന്നു? ആത്മാർത്ഥമായി ആഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പലപ്പോഴും ദൈവസന്നിധിയിൽ അവൻ കടന്നു വരുന്ന നമ്മള് എല്ലാവരും ദൈവിക വിളി കേട്ട് ഇറങ്ങിയവരാണ്, ദൈവത്തെ അറിഞ്ഞു വന്നവരാണ്, അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ളവരാണ്. അസംഖ്യമായ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചു നോക്കണമേ, എപ്പോഴെങ്കിലും ദൈവത്തിന് മുമ്പാകെ പിറുപിറുക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതല്ല എങ്കിൽ ദൈവത്തെ, ദൈവവചനത്തെ, ദൈവത്തിന്റെ വാക്കുകളെ മറുതലിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? പഴയ നിയമ ദൃഷ്ടാന്തമായ ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ജീവിത പരാജയങ്ങൾ എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യുവാനായിട്ടിടയായി തീരണം. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും പിറുപിറുപ്പിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇന്ന് പലക്കാലം നമ്മൾ ഗ്രഹിക്കേണ്ടത്, അങ്ങനെ ആ ദേശത്തു നിന്നും വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർ രണ്ടുപേരുടെ ആരും എന്ത് ചെയ്തില്ല? ആ തലമുറയിലുള്ള ആരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല എന്ന് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ നേതാവായ
കഴിഞ്ഞില്ല. ഇത് വാഗ്ദാനത്തെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, നമ്മൾ അങ്ങനെയെങ്കിൽ എത്ര ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിയണമെന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെടുന്ന ഇസ്രായേൽ, ദൈവത്തിന്റെ കൈയാൽ നയിക്കപ്പെട്ടവർ, ആമേൻ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇറങ്ങി പുറപ്പെട്ടവർ, വ്യക്തമായ ആമേൻ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ നേതൃത്വത്തോടുകൂടി, വ്യക്തമായ പ്രമാണത്തോടുകൂടി, വ്യക്തമായ അത്ഭുതത്തോടുകൂടി ദൈവത്തിന്റെ കരങ്ങളാൽ നടത്തപ്പെട്ടവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നുവെന്ന് നമ്മൾ ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഇസ്രായേലിനേക്കാൾ നമ്മളും ഒട്ടും ശ്രേഷ്ഠതയുള്ളവരല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ആമേൻ പാകപ്പിഴകൾ വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ആമേൻ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിനെ എന്ത് ചെയ്യണം? ഏറ്റുപറയുവാനായിട്ട് ഇടയായിത്തീരണം. ആമേൻ. തിരുവചനം അങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ? ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും അവർ അവരോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ എങ്കിലും അവർ അവനോട് എന്ത് ചെയ്തു? പാപം ചെയ്തു. എന്താ ഈ എങ്കിലും? അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. അതിലെ 10 മുതലുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ആമേൻ അത് വായിക്കാമോ? അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു. അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവരോട് പാപം ചെയ്തു. അവർ അവരോട് എന്ത് ചെയ്തു? പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. അവൻ ഇസ്രായേലിന്റെ പതനത്തിന്റെ ഒരു കാരണം, അവരുടെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാഞ്ഞതിന്റെ ഒരു കാരണം, ഹല്ലേലൂയ, എങ്കിലും അവർ ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് നോക്കിയാൽ മേലോട്ട്, ഹല്ലേലൂയ, എന്തെല്ലാം നന്മകൾ അവർ കണ്ടത്, എന്തെല്ലാം നന്മകൾ അവർ അനുഭവിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതുവരെയും കണ്ടിട്ടില്ലാത്ത, അതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ആമേൻ എത്രയെത്ര അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ആമേൻ അനവധി നിരവധിയായത് അനർഘ നിർഗളം എന്ത് ചെയ്തതാ? അനുഭവിച്ചവരാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ഒരു മാത്രം പോലും ഹല്ലേലൂയ എന്ത് ചെയ്യുന്നില്ല? അവര് ആമേൻ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി നിൽക്കാതെ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഇതൊരു ദൃഷ്ടാന്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നതാണ്? നമ്മുടെ മുമ്പാകെ തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് എന്ത് ചെയ്യുന്നു? അവർ പാപം ചെയ്തു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. എത്ര അത്ഭുതങ്ങളാലും എത്ര അടയാളങ്ങളാലും, ഹല്ലേലൂയ, ആമേൻ, സങ്കീർത്തനക്കാരൻ പറയുന്നത് ആമേൻ സമുദ്രത്തെ വിഭാഗിച്ച് അതിനെ ചിറ പോലെ വെള്ളത്തെ എന്ത് ചെയ്തു? കെട്ടി നിർത്തി. ഹല്ലേലൂയ. ആമേൻ. അത് കണ്ണാൽ കണ്ടവരാണ് ആര്? ഈ ജനം. ഹല്ലേലൂയ. അത് കണ്ണാൽ കണ്ടവരാണ്. ഹല്ലേലൂയ. അവർ ഉണങ്ങിയ നിലത്തൂടി സമുദ്രത്തെ വിഭാഗിച്ച് ആമേൻ അതിന്റെ നടുവിലൂടി ഉണങ്ങിയ നിലത്തൂടി ആമേൻ ചവിട്ടി നടന്നു വന്നവരാണ് ആര്? ഈ ജനം. ഹല്ലേലൂയ. അത് മാത്രമാണോ? ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഹല്ലേലൂയ, പകൽ സമയത്ത് അവർക്ക് മേഘസ്തംഭം. ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയിലാണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിലും അവർ വസ്ത്രം എന്ത് ചെയ്തിട്ടില്ല? പഴകി പോയിട്ടില്ല. അവരുടെ ചെരുപ്പ് എന്ത് ചെയ്തിട്ടില്ല? തേഞ്ഞു പോയിട്ടില്ല. അല്ലെങ്കിൽ മരുഭൂമിയുടെ ചൂട് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? അടിച്ചിട്ടില്ല. കാരണം അവർക്ക് മേഘസ്തംഭമായിട്ട് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് അവരെ അവൻ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, രാത്രിയിൽ അഗ്നിസ്തംഭമായി, ഹല്ലേലൂയ, തണുപ്പിന്റെയോ മറ്റു കെടുതികളോ ഒന്നും കടന്നു വരാതെ വേണം അവൻ, ഹല്ലേലൂയ, അത്ര ബാലൻസിംഗ് ആയ ഒരു ക്ലൈമറ്റിലൂടെ എന്ത് ചെയ്യുന്നത്? അവരെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. പ്രയാണം മരുഭൂമിയിലാണെങ്കിലും, ഹല്ലേലൂയ,
ആമേൻ സംരക്ഷണം ദൈവത്തിന്റെ ആയതുകൊണ്ട് എത്ര ബാലൻസിംഗില അവർ കടന്നു പോകുന്നതെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ആമേൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഹല്ലേലൂയ. തന്റെ ജനത്തിന് ഒന്നിനും ഒരു കുറവ് വരരുതെന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തന്റെ ജനത്തിന് ഒരു രോഗം വരരുത്, ക്ഷീണം വരരുത്, പ്രയാസം വരരുത്, പ്രതികൂലം വരരുത്, യാത്രയുടെ കാഠിന്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നുള്ള ബോധ്യത്തോടാണ് ദൈവം ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അടുത്തത് പറയുന്നത്, ഹല്ലേലൂയ, അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴി എന്ന പോലെ അവർക്ക് എന്ത് ചെയ്തു? ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറകളിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. വെള്ളം നദി പോലെ എന്ത് ചെയ്തു? ഒഴുകി. ഹല്ലേലൂയ. എവിടെയാ? മരുഭൂമിയിൽ. ഹല്ലേലൂയ. ഒരൊറ്റ തുള്ളി വെള്ളം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യുക? ആമേൻ. വെള്ളം നദി പോലെ ഒഴുകുമാറാക്കി അവർക്ക് വേണ്ടി കൊടുത്ത ദൈവത്തിന്റെ മുമ്പാകെയാണ് ആമേൻ നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നത്? എങ്കിലും അവരോട് എന്ത് ചെയ്തു? പാപം ചെയ്യുവാനായിട്ട് ദൈവത്തിലുള്ളൂ. ഇന്ന് പോൽക്കാരനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ആമേൻ പലപ്പോഴും ഹല്ലേലൂയ ആമേൻ അനവധി നിരവധിയായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം എല്ലാ നിരകളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം അനുഗ്രഹത്തോടും ഇത്രത്തോളം ബലത്തോടും ഇത്രത്തോളം മിടുക്കന്മാരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കരുതേ ഹല്ലേലൂയ ഇത് എന്റെ എന്തെങ്കിലും കഴിവ് കൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ ഞാൻ നേടിയതാണെന്ന് അല്ല. ഹല്ലേലൂയ ദൈവത്തിനറിയാം. ഹല്ലേലൂയ ഇതൊക്കെ ആമേൻ ഈ നിലയിൽ തന്നില്ലെങ്കിൽ നീ ദൈവത്തിന് മുമ്പാകെ ഉണ്ടാകില്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാം. അവസ്ഥകൾക്ക് എന്തെങ്കിലും ആമേൻ നേരിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിറുപിറുക്കുന്നവരാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ, ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഹല്ലേലൂയ ഞാൻ ഇറങ്ങിയത് തന്നെ തെറ്റാണെന്ന് അവൻ ചിന്തിക്കുന്ന മനോഭാവമുള്ളവരാണ് നമ്മൾ. അതുപോലെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അവൻ ഇത്രയധികം നന്മകൾ, ഇത്രയധികം അനുഗ്രഹങ്ങൾ, ഇത്രയധികം ദൈവപ്രവൃത്തികൾ അവൻ കണ്ണാൽ കണ്ട്, ഭവനത്തിനകത്ത് കണ്ട്, അവൻ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട്, കുടുംബത്തിൽ കണ്ട്, ദേശത്ത് കണ്ട്, സഭയിൽ കണ്ട്, അവൻ ഹല്ലേലൂയ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ് നാമെന്ന് ഇതുപോലെ നാം മറന്നു പോകരുത്. നാം എന്ത് ചെയ്യരുത്? ദൈവത്തോട് പാപം ചെയ്യരുത്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ ഇത്ര അനുഗ്രഹങ്ങൾ കണ്ടവർ ഹല്ലേലൂയ എങ്കിലും അവരെന്ത് ചെയ്തു? ദൈവത്തോട് പാപം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതിന് 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കാമോ? ഹല്ലേലൂയ. ഇതെല്ലാമായിട്ട് അവർ പിന്നെ എന്ത് ചെയ്തു? എന്തോ ഇതെല്ലാമായിട്ട് അവർക്ക് പൊടി പോലെ മാംസത്തെ, കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെ എന്ത് ചെയ്തു? വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അവർ എന്ത് ചെയ്തു? തിന്ന് തൃപ്തരായി. അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് എന്തില്ല? പനി വന്നില്ല. പിന്നെ ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ആമേൻ. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇതെല്ലാമായിട്ടും എങ്കിലും ഹല്ലേലൂയ എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തോട് പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിക്കണമേ. ഹല്ലേലൂയ ആമേൻ. മരുഭൂമിയിൽ ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ഹല്ലേലൂയ ആമേൻ എന്താണോ അവർ ആഗ്രഹിച്ചത് അതിനെ എല്ലാം ദൈവം ചെയ്തു അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ സമയക്കുറവുകൊണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഇങ്ങനെ എല്ലാ നിലകളിലും ദൈവം എന്ത് ചെയ്യുക? അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചതാണ്. ഹല്ലേലൂയ ആമേൻ. കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെ എന്ത് ചെയ്യുക? വർഷിപ്പിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ളത് അവൻ അവർക്ക് എന്ത് ചെയ്യുക? കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക എന്ന് പറയുന്നത്. ആമേൻ. എന്തുകൊണ്ടാണ്? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ പിറുപിറുപ്പില്ലാതെ നിൽക്കുവാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ട് ഹല്ലേലൂയ നന്മ ദൈവം കൊടുത്തു, അനുഗ്രഹം ദൈവം കൊടുത്തു. ഹല്ലേലൂയ ആമേൻ. ഇവരുടെ പിറുപിറുപ്പ് കാരണം വിളിച്ച ദൈവമാരാ? വിശ്വസ്തന. അവർ പറയരുത് ഹല്ലേലൂയ
മരുഭൂമിയിൽ കൊണ്ടിട്ട് ഞങ്ങളെ ആമേൻ തകർത്ത് കളഞ്ഞെന്നവർ പറയരുത്. ഹല്ലേലൂയ. എന്നിട്ട് തന്നെ അവർ പറഞ്ഞു, ഹല്ലേലൂയ, മിസ്രയീമിൽ ഞങ്ങൾക്ക് എന്തോ ഒരു നല്ല കാലമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഹല്ലേലൂയ, ചുറ്റുള്ളി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്ക് ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ആമേൻ ഇറച്ചിക്കലങ്ങളുടെ നടുവിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഏത് ഇറച്ചിക്കലത്തിന്റെ നടുവിൽ നീ കടന്നാലും ആ ദേശത്ത് നീ അടിമയായിരുന്നു എന്നുള്ളത് നീ എന്ത് ചെയ്യരുത്? മറന്നുപോകരുത്. ഹല്ലേലൂയ. അവിടെ നീ ആരായിരുന്നു? അടിമയായിരുന്നു. ഹല്ലേലൂയ. അവിടെ കിടന്ന് അയ്യം വിളിച്ചവനാ നീ. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നിന്നെ ആമേൻ വിളിച്ച് വേർതിരിച്ച് പുറപ്പെടുവിച്ച് ആമേൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തോടാണ് നീ എന്ത് ചെയ്യുന്നത്? വെറുപെറുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാരനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഇതെല്ലാം ആയിരുന്നിട്ടും അവർ എന്ത് ചെയ്തു? പിന്നെയും ദൈവത്തോട് പാപം ചെയ്തു. പിന്നെയും അവർ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പാപം ചെയ്യുവാനായിട്ട് ഇടയായിട്ട്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാരനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് അവൻ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹല്ലേലൂയ, നമുക്ക് എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് കാലത്തൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ പട്ടിണി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതെന്താണെന്ന് നമുക്ക് എന്തില്ല, അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പണ്ട് പറയും, ഹല്ലേലൂയ, പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്നവർ പറയും. ഹല്ലേലൂയ. പക്ഷേ എങ്കിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് എന്തെങ്കിലും കഴിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ അപ്പൊ തന്നെ നമ്മൾ പോയി കഴിക്കല്ലേ? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു നല്ല വസ്ത്രം ഇടണമെന്ന് നമുക്ക് തോന്നിയാൽ, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ മേടിക്കുകയല്ലേ? ഹല്ലേലൂയ. മാതാപിതാക്കൾ വിചാരിക്കുന്നത് എന്താ? ആമീൻ, എന്റെ കാലത്ത് എനിക്ക് ആമീൻ ഞാൻ ആഗ്രഹിച്ച എല്ലാം ഒന്നും സാധിച്ചില്ല, അതുകൊണ്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു കുറവ് വരുന്നത് വെച്ചിട്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യുകയാണ്? അതിനൊക്കെ അപ്പൊ തന്നെ മറുപടി. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ സ്നേഹിക്കുന്ന ദൈവമക്കളെ, ആമീൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെല്ലാം വാങ്ങി കൊടുക്കണം. ആമീൻ. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ അതിന്റെ വില അവരറിയും. ഹല്ലേലൂയ. അതിന്റെ വില അവരറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അതെങ്ങനെ കിട്ടുന്നു എന്ന് അവരറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, ഒരു ദിവസം താമസിച്ചാലും കുഴപ്പമില്ല, ഒരു ദിവസം താമസിച്ചാലും പറഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുക്കണം. അവരോട് പറ, ഹല്ലേലൂയ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവം തരുവാണെങ്കിൽ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? നമ്മുടെ തലമുറകളെ നമ്മൾ വാർത്തെടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ വേണം നമ്മുടെ തലമുറകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ അവർ പറയുന്ന നിസ്സാര കാര്യത്തിൽ നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടാകുമെന്നേ. ഹല്ലേലൂയ. നമുക്കത് മേടിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യം ദൈവം തന്നിട്ടുണ്ടെന്നേ. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ ആ മൂല്യം എന്തെന്ന് എന്ത് ചെയ്യണം? നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അത് എന്തെന്ന്, അതിന്റെ വില എന്താണെന്നും അത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും അത് ദൈവം തരുന്നതാണ് എന്നും എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് തീരണം. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ തലമുറകൾ പഠിക്കാൻ. ഇവിടെ നമ്മൾ കണ്ടത് ഈ അത്ഭുതങ്ങളൊക്കെ ഇവർ കണ്ടിട്ടും, ഹല്ലേലൂയ, ഇവർ പിന്നെയും എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പാപം ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ പലപ്പോഴും, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ പോലെ നമ്മൾ വലിയ തെറ്റുകളോ വലിയ പുറകുറപ്പൊന്നും കാണിക്കുന്നില്ലാത്തവരാണെങ്കിൽ, ഹല്ലേലൂയ, ചില നിമിഷങ്ങളിൽ, ചില നേരങ്ങളിൽ, ഹല്ലേലൂയ, ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അവൻ നമ്മളും ഒരു മരുഭൂമി യാത്രയിലാണ്. ഹല്ലേലൂയ. നമ്മളും ഒരു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ഹല്ലേലൂയ. നമ്മളും വിളിക്കപ്പെട്ടവരാണ്. നമ്മളെയും ദൈവം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് വന്നവരല്ല, വ്യക്തമായ ദൈവിക പദ്ധതി പ്രകാരം, ഹല്ലേലൂയ, ഇറങ്ങിയവരാണ്. ഹല്ലേലൂയ. നമ്മൾ, ഹല്ലേലൂയ, ഈ മരുഭൂമി യാത്രയിൽ, ഹല്ലേലൂയ, ഈ ലോകയാത്രയിൽ, ഹല്ലേലൂയ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഹല്ലേലൂയ, നമുക്കൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നാം ആയിരിക്കുമെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നത്? പ്രയാസപ്പെട്ട് ആ അക്കരനാട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ പ്രയാണത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ വിശ്വാസ യാത്രയിൽ പലപ്പോഴും നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മളെ തളർത്തുന്ന, നമ്മളെ പെരുപിടിപ്പിക്കുന്ന, നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന അനേക കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്യുന്നതെന്ന് ഇന്ന് പോൽക്കാലം നമ്മൾ തിരിഞ്ഞിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം
ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഞാൻ പിറുപിറുപ്പുള്ളവനാണോ? ഞാൻ ദൈവത്തെ കോപിപ്പിക്കുന്നവനാണോ? ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നവനാണോ? അല്ലെങ്കിൽ അവൻ അടുത്ത ഭാഗത്ത് പറയുന്നത് അല്ലെങ്കിൽ അവർ വായ് കൊണ്ട് അവൻ കപടം സംസാരിച്ചു. 36 വാക്യം പറയുന്നത് അല്ലെങ്കിൽ അവർ വായ് കൊണ്ട് എന്ത് ചെയ്യുന്നു പറയുന്നത് കപടം സംസാരിച്ചു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ കപടമുള്ള നാവ് ദൈവത്തിന് വിരോധമാണ്. ഇല്ല, അവൻ ദൈവത്തിന് വിളിക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നത് കപടം സംസാരിച്ചു. അല്ലില്ല, അവൻ ഇന്ന് പറയുന്ന നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്ന കർത്താവേ, ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും രീതികൾ എന്നിലുണ്ടെങ്കിൽ എന്റെ പ്രയാണത്തിന്, എന്റെ വിശ്വാസ യാത്രയ്ക്ക്, എന്റെ കനാനി യാത്രയ്ക്ക് അതൊരു തടസ്സമെങ്കിൽ അല്ലെങ്കിൽ കർത്താവേ എന്നിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് എത്ര പേർക്ക് ദൈവസ്ഥലം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലില്ല, അല്ലില്ല, ഈ പ്രയാണത്തിന് വേണ്ടി ദൈവം എത്തിയിരിക്കുന്നത് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അടുത്ത ഭാഗത്ത് പറയുന്നത് എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ എന്ത് ചെയ്തു എന്ന് പറയുന്നത് പരീക്ഷിച്ചു. അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുന്നവരായിട്ടല്ല നമ്മളായിരിക്കും. അല്ലെങ്കിൽ അവൻ ദൈവസന്നിധി ദൈവവിധത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മളായിരിക്കണം. പരീക്ഷിക്കുന്നവരായിട്ടല്ല സമർപ്പിക്കുന്നവരായി തീരണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദൈവിക നടത്തിപ്പുകള്, ഈ നല്ല ചിന്തകള്, അല്ലെങ്കിൽ ഈ നല്ല ആലോചനകള്, ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ തലമുറകളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിവരിക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ തലമുറയോടും നമ്മുടെ വരുവാനുള്ള തലമുറയോടും അല്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകളെ, ദൈവം രക്ഷിച്ച വിധങ്ങളെ, ദൈവം നടത്തിയ വിധങ്ങളെ, അല്ലെങ്കിൽ അവൻ ദൈവസന്നിധി നമ്മൾ ആയ വിധങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ നമ്മൾ കുറെ വസ്തു നേടിയെന്നോ, അല്ലെങ്കിൽ നമ്മൾ കുറെ പണം സമ്പാദിച്ച് നമ്മൾ കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തെ, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തെ, എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തെ, അല്ലെങ്കിൽ എന്റെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിഞ്ഞാൽ, ആ ദൈവത്തെ അവരും പിൻപറ്റുവാൻ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറമായ ഒരു സമ്പാദ്യം നമ്മൾക്ക് അവർക്ക് കൊടുക്കാനില്ലേയില്ല. അല്ലെങ്കിൽ അതാണ് ദൈവം ചെയ്യുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും നമ്മുടെ തലമുറകൾക്ക്, അല്ലെങ്കിൽ വരുന്ന അടുത്ത ജനറേഷന് ഈ ദൈവത്തെ എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെ, ദൈവം നമുക്ക് ചെയ്ത നന്മകളെ, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ എല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് പറഞ്ഞു കൊടുക്കുവാനായിട്ട്. ആസാഫ് അതാണ് പറയുന്നത്. അല്ലെങ്കിൽ ആസാഫ് പറയുന്നത്, അല്ലെങ്കിൽ വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അല്ലെങ്കിൽ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും, അവർ തങ്ങളുടെ ആശ്രയം എവിടെ വെക്കണം? ദൈവത്തിൽ വെക്കണം. അല്ലെങ്കിൽ അങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്നും എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ചുവെന്നും നമ്മുടെ തലമുറയോട് നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ എന്ത് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പിൻപറ്റുന്നെങ്കിൽ അവരും ആ ദൈവത്തിൽ എന്ത് ചെയ്യും? ആശ്രയിക്കുവാനിടയായി തീരും. അല്ലെങ്കിൽ എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ സഹോദരങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ ദൈവം ചെയ്തുവെങ്കിൽ, അങ്ങനെയുള്ള വിടുതലുകൾ, അങ്ങനെയുള്ള രക്ഷ, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് കൊടുത്തുവെങ്കിൽ, അല്ലെങ്കിൽ ഞാനും എന്റെ പിതാക്കന്മാരുടെ, എന്റെ സഹോദരന്മാരുടെ, എന്റെ മാതാക്കളുടെ ദൈവത്തെ തന്നെ ഞാൻ ആരാധിക്കും, ആ ദൈവത്തെ തന്നെ ഞാൻ പിൻപറ്റുമെന്ന് നമ്മുടെ തലമുറ എന്ത് ചെയ്യും? പറയുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അതാണ് ആസാഫ് പറയുന്നത്. അല്ലെങ്കിൽ അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ കാലം അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയോട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പറയുവാൻ, ദൈവത്തിന്റെ അതിശയങ്ങളെ പറയുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കണം. കണ്ണുകളെ അടയ്ക്കാം. ദൈവഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം.